ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ശിവപാർവതി പ്രധാനമായ ആഘോഷമാണ് തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ഈ ഉത്സവം. ഹൈന്ദവരുടെ പ്രധാന ആഘോഷങ്ങളിലും വ്രതങ്ങളിലും ഉൾപ്പെട്ട ഒന്നാണ് ധനുമാസത്തിലെ തിരുവാതിര. ശിവക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം അതിപ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. പാർവതി സങ്കല്പമുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലും ഇത് പ്രധാനമാണ്. വ്രതങ്ങളിൽ വച്ച് അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് തിരുവാതിര വ്രതം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ധാരാളം ആളുകൾ തിരുവാതിര വ്രതം എടുക്കാറുണ്ട്. ഈ വർഷത്തെ തിരുവാതിര വരുന്നത് 2025 ജനുവരി മാസം 12-ാം തീയതി, അതായത് ധനുമാസം 28-ാം തീയതി ഞായറാഴ്ചയാണ്. തിരുവാതിര വ്രതം എന്ന് പറയുമ്പോൾ അതൊരു പൂർണ്ണ നക്ഷത്ര വ്രതമാണ്. അതായത് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുമ്പോൾ വ്രതം ആരംഭിക്കുകയും തിരുവാതിര അവസാനിക്കുന്നതോടുകൂടി വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്രമമാണ് തിരുവാതിര വ്രതത്തിലുള്ളത്. അതായത് 2025 ജനുവരി മാസം 12-ാം തീയതി ഞായറാഴ്ച 11:26 തിരുവാതിര വ്രതം ആരംഭിക്കുന്നത്. ശേഷം വ്രതാചാരണം തുടങ്ങി പിറ്റേന്ന് ധനു 29-ാം തീയതി, അതായത് തിങ്കളാഴ്ച ജനുവരി 13 രാവിലെ 10:38 തിരുവാതിര അവസാനിക്കുന്നു. എന്താണ് തിരുവാതിര വ്രതം? അതിന് പിന്നിലെ ഐതിഹ്യം എന്ത്? തിരുവാതിര വ്രതം എങ്ങനെയാണ്, ആരൊക്കെയാണ് ആചരിക്കേണ്ടത്? നമുക്ക് നോക്കാം. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഈ ദിവസം പരമശിവന്റെ പിറന്നാൾ ആയതുകൊണ്ടാണ് അന്ന് തിരുവാതിര ആഘോഷം നടത്തുന്നത്. കൂടാതെ ശിവപാർവതി വിവാഹം നടന്ന ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര ദിവസം എന്നാണ് വിശ്വാസം. ശിവപ്രധാനമാണെങ്കിലും ആദിപരാശക്തിയായ പാർവതി ദേവിക്ക് സവിശേഷ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തിരുവാതിര ആഘോഷവും വ്രതവും നടക്കാറുള്ളത്. തിരുവാതിര ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് പരമശിവനും ശ്രീപാർവതിയും തമ്മിൽ വിവാഹം നടന്ന തിരുനാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നുള്ളതാണ്. ആ കഥ ഇങ്ങനെ: തന്റെ പിതാവായ ദക്ഷൻ നടത്തുന്ന യാഗത്തിൽ ക്ഷണിക്കാതെ പോയ സതീദേവിയെ ദക്ഷൻ അപമാനിക്കുകയും ഇതിൽ മനംനൊന്ത ദേവി ആത്മാഹുതി ചെയ്യുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ കുപിതനായ പരമേശ്വരൻ ദക്ഷനെ കൊന്ന് പ്രതികാരം ചെയ്യുകയും അതിനുശേഷം ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. ഈ സമയം സതീദേവി ഹിമവാന്റെ പുത്രിയായി പാർവതീദേവിയായി പുനർജനിച്ച് ശ്രീ പരമേശ്വരനെ തന്നെ ഭർത്താവായി ലഭിക്കാൻ പിതാവിന്റെ അനുവാദത്തോടുകൂടി മഹാദേവനെ പൂജിക്കുവാനും തപസ് ചെയ്യുവാനും തുടങ്ങി. അതേ സമയത്തു തന്നെ താരകാസുരന്റെ ഉപദ്രവത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കാൻ ശിവപുത്രന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ ദേവന്മാർ കാമദേവനോട് ശിവനെയും പാർവതിയെയും ഒന്നിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥന മാനിച്ച് കാമദേവൻ പുഷ്പബാണം അയക്കുകയും ശിവന്റെ യോഗനിദ്രയ്ക്ക് ഭംഗം വരികയും ചെയ്തു. ഇതിന് കാരണക്കാരനായ കാമദേവനെ അദ്ദേഹം തന്റെ കോപാഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്തു. ഭർത്താവിന്റെ വിയോഗത്താൽ ദുഃഖിതയായ കാമദേവന്റെ പത്നി രതിദേവി ഊണും ഉറക്കവുമില്ലാതെ വിലപിക്കുകയും ശ്രീ പാർവതി ദേവിയോട് പരാതിപ്പെടുകയും ചെയ്തു. രതിദേവിയുടെ വിലാപത്തിൽ ദുഃഖിതരായ ശ്രീ പാർവതിയും ദേവസ്ത്രീകളും നോമ്പെടുത്ത് പരമശിവനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സർവരുടെയും പ്രാർത്ഥനയിലും വ്രതാനുഷ്ഠാനങ്ങളിലും സംപ്രീതനായ ശ്രീ പരമേശ്വരൻ കാമദേവനെ പുനർജീവിപ്പിച്ചു. അതൊരു മകയിരം നാളിലായിരുന്നു. തുടർന്ന് അദ്ദേഹം പാർവതി ദേവിയിൽ അനുരക്തനാവുകയും ദേവിയെ അർദ്ധാംഗിനിയായി സ്വീകരിക്കുകയും ചെയ്തു. ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ പാർവതി ദേവി വനത്തിൽ ആടിയും പാടിയും കളിച്ചും രസിച്ചും പഴങ്ങൾ ഭക്ഷിച്ചും കേശാലങ്കാരം ചെയ്തും തുടിച്ചും കുളിച്ചും നീരാടിയും വെറ്റില ചവച്ചും ഊഞ്ഞാലാടിയും ആനന്ദിച്ചതിന്റെ ഓർമ്മയ്ക്കായും അതിനെ അനുകരിച്ചുമാണ് മകൈര്യവും തിരുവാതിര നാളും ചേർന്ന രാവിൽ തിരുവാതിര ആഘോഷിക്കുന്നത് എന്നാണ് ഒരു ഐതിഹ്യം. അടുത്ത ഐതിഹ്യം ഇങ്ങനെയാണ്: തന്റെ പരമഭക്തയായ സുന്ദരി എന്ന യുവതിയുടെ ഭർത്താവ് അകാലത്തിൽ മരിച്ചതറിഞ്ഞ ശ്രീപാർവതി
യുവതിയുടെ നിലവിളി കേട്ടു മനസ്സലിയുകയും മൃത്യുഞ്ജയനായ ശ്രീ പരമേശ്വരനോട് പരിഭവം പറയുകയും ചെയ്തു. എന്നാൽ ഇത് കർമ്മഫലമാണെന്ന് ശിവൻ പറയുകയും അതേ തുടർന്ന് ഭഗവതി പിണങ്ങി തിരുവാതിര വ്രതം അനുഷ്ഠിക്കുവാൻ തുടങ്ങി. ഉടൻ തന്നെ മഹാദേവൻ യമനെ വിളിച്ച് യുവതിയുടെ ഭർത്താവിന്റെ ജീവൻ തിരികെ നൽകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. തുടർന്ന് ദമ്പതികളെ ശിവപാർവതിമാർ അനുഗ്രഹിക്കുന്നു. അന്ന് ഒരു ധനുമാസത്തിലെ തിരുവാതിര നാളായിരുന്നു. ഇതാണ് മറ്റൊരു ഐതിഹ്യം. തിരുവാതിര വ്രതം ഇഷ്ടവിവാഹത്തിനും ദമ്പതികൾക്ക് ഉത്തമ ദാമ്പത്യത്തിനും വേണ്ടിയാണെങ്കിൽ മകയിരം നാളിലെ വ്രതം മക്കളുടെ ഐശ്വര്യത്തിനും പുണർദം വ്രതം സഹോദരങ്ങൾക്ക് വേണ്ടിയുമാകുന്നു. ഇങ്ങനെ കുടുംബാംഗങ്ങളുടെ ദീർഘായുസ്സിനും ആപത്തിൽ രക്ഷയ്ക്കും വേണ്ടിയാണ് തിരുവാതിര വ്രതം നോൽക്കുന്നത് എന്നാണ് വിശ്വാസം. രേവതി നാൾ മുതലാണ് തിരുവാതിര വ്രതം ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച നൊയമ്പും ഉത്തമ ദാമ്പത്യത്തിനു വേണ്ടിയുള്ള ശിവസന്നിധിയിൽ അർപ്പിക്കുന്ന സമാനമായ മറ്റൊരു വ്രതമാണ്. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിനു വേണ്ടിയും അവിവാഹിതരായ യുവതികൾ ഉത്തമ വിവാഹം നടക്കുവാൻ വേണ്ടിയും തിരുവാതിര വ്രതം എടുക്കുന്നു. പാർവതി ദേവിയെ സ്തുതിച്ചുകൊണ്ട് സൂര്യോദയത്തിനു മുൻപ് കുളത്തിൽ പോയി തിരുവാതിര പാട്ടുപാടി തുടിച്ചു കുളിക്കൽ, നൊയമ്പു നോൽക്കൽ, നാമജപം, തിരുവാതിരക്കളി, ഉറക്കമൊഴുപ്പ്, എട്ടങ്ങാടി വെച്ചു കഴിക്കൽ, പാതിരാപ്പൂ ചൂടൽ, ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകൾ. ശിവപാർവതി പ്രധാനമായ ക്ഷേത്രങ്ങളിൽ ഉത്സവം, തിരുവാതിരക്കളി, ഉമാമഹേശ്വര പൂജ, മറ്റു വിശേഷാൽ പൂജകൾ, പൊങ്കാല എന്നിവയൊക്കെ ഈ അവസരത്തിൽ നടക്കാറുണ്ട്. ക്ഷേത്ര ദർശനത്തിന് അതീവ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണിത്. മകയിരം ദിവസത്തിലെ വ്രതം മക്കൾക്കു വേണ്ടിയും തിരുവാതിര വ്രതം ഭർത്താവിന് അല്ലെങ്കിൽ പങ്കാളിക്കു വേണ്ടിയും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇഷ്ടവിവാഹം, ഉത്തമ ദാമ്പത്യം, കുടുംബ ഐശ്വര്യം, മക്കളുടെ അഭിവൃദ്ധി, അപകടമുക്തി, ദുഃഖവിമോചനം, രോഗമുക്തി, ദീർഘായുസ് തുടങ്ങിയ അനേകം ഫലങ്ങൾ തിരുവാതിര വ്രതത്തിന് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. രേവതി നാൾ മുതലാണ് ശരിക്കും തിരുവാതിര ആഘോഷങ്ങൾ തുടങ്ങുന്നത്. ഒരാഴ്ച അതിരാവിലെ കുളത്തിൽ പോയി പാർവതി ദേവിയെ സ്തുതിച്ച് തിരുവാതിര പാട്ടുപാടി കുളിച്ച് കുളക്കരയിൽ വെച്ചു തന്നെ പൊട്ടുതൊട്ട് ദശപുഷ്പം ചൂടി വരികയാണ് പതിവ്. കറുക, കയ്യോന്നി, മുക്കുറ്റി, നിലപ്പന, ഉഴിഞ്ഞ, ചെറുള, തിരുതാളി, മുയൽച്ചെവി, കൃഷ്ണക്രാന്തി, പൂവാംകുരുന്നില എന്നിവയാണ് ദശപുഷ്പങ്ങൾ. തിരുവാതിര വ്രതം എടുക്കുന്നവരും ആഘോഷിക്കുന്നവരും പ്രധാനമായും ഉപയോഗിക്കുന്ന വിഭവങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നവയാണ്. തിരുവാതിര ആഘോഷിക്കുന്ന കാലം വൃശ്ചികം ധനു മാസങ്ങൾ കേരളത്തിൽ കിഴങ്ങുകളുടെ വിളവെടുപ്പ് കാലമായതിനാലായിരിക്കണം ഓരോ ദിവസവും ഓരോ കിഴങ്ങുവർഗ്ഗമാണ് ഈ ആഘോഷത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ളത്. എട്ടങ്ങാടി ചുടൽ എന്ന ചടങ്ങിലും കിഴങ്ങുവർഗ്ഗങ്ങളുടെ പ്രാധാന്യം കൂടുതലായി കാണപ്പെടുന്നു. കാച്ചിൽ, കൂർക്ക, ചേന, നനക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, വെട്ടുചേമ്പ്, ചെറുചാമ്പ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന തിരുവാതിര പുഴുക്ക് തിരുവാതിര ആഘോഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ്. 7:30 വെളുപ്പിന് ഉണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടാണ് തിരുവാതിര വ്രതമെടുക്കുന്ന സ്ത്രീകളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. ഓരോ ദിവസവും പ്രാതലും ഉച്ചഭക്ഷണവും ഓരോ കിഴങ്ങുവർഗ്ഗങ്ങളായിരിക്കും. അരി ആഹാരം ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മകയിരം നാളിലാണ് എട്ടങ്ങാടി എന്ന വിഭവം ഉണ്ടാക്കുന്നത്. അതിൽ കടല, ചെറുപയർ, തുവര, മുതിര, ഗോതമ്പ്, ചോളം, ഉഴുന്ന്, മമ്പയർ എന്നീ ധാന്യങ്ങളും കിഴങ്ങ്, കപ്പക്കിഴങ്ങ്, ഏത്തക്കായ, ചേന, ചേമ്പ്, കാച്ചിൽ, മധുരക്കിഴങ്ങ്, കൂർക്ക എന്നീ കിഴങ്ങുകളും അടങ്ങിയിരിക്കുന്നു. ധാന്യങ്ങൾ വേവിച്ചെടുത്തും കിഴങ്ങുകൾ ചുട്ടെടുത്തുമാണ് ഉപയോഗിക്കേണ്ടത്. ശർക്കര പാവ് കാച്ചി അതിൽ കൊപ്ര, കരിമ്പ്, ഓറഞ്ച്, ചെറുനാരങ്ങ എന്നിവ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എള്ള്, തേൻ, അല്പം നെയ്യ്, ഏത്തപ്പഴം ചുട്ടത് എന്നിവ ചേർത്ത് വേവിച്ച ധാന്യങ്ങളും ചുട്ടെടുത്ത കിഴങ്ങുകളും യോജിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുക. മകയിരം നാളിൽ ഇലക്കുമ്പിൾ കുത്തി അതിൽ ഇളനീർ നൈവേദ്യം കഴിച്ചതിന് ശേഷം എട്ടങ്ങാടി കഴിക്കുകയാണ് പതിവ്. ഉമാമഹേശ്വര പ്രീതിയെ ഉദ്ദേശിച്ചുള്ള വ്രതമാണ് ആർദ്രാവ്രതം അഥവാ തിരുവാതിര നോമ്പ്.
ശിവക്ഷേത്ര ദർശനത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത്. തിരുവാതിര നാൾ തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. അരിഭക്ഷണം പാടില്ല. തിരുവാതിര നാളുള്ള രാത്രിയിലാണ് ഉറക്കമൊഴിക്കൽ. ചിലയിടങ്ങളിൽ ഇത് മകയിരം നാളിലാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യം വരുന്ന തിരുവാതിരയാണ് പുത്തൻ തിരുവാതിര അഥവാ പൂത്തിരുവാതിര. ഉറക്കമൊഴിക്കുന്ന രാത്രിയിലാണ് പാതിര പൂച്ചൂടൽ. സ്ത്രീകൾ ഒത്തുകൂടി തിരുവാതിരപ്പാട്ട് പാടി കളിച്ചതിനു ശേഷം ദശപുഷ്പം വെച്ച മരച്ചുവട്ടിൽ പോയി അത് ചൂടി വരുന്നതാണ് പാതിര പൂച്ചൂടൽ. തിരുവാതിര രാത്രി മുഴുവനും ഉറക്കമുളച്ച് കൈകൊട്ടിക്കളി നടത്തുന്നു. പുലർച്ചെ മംഗളം പാടി നിർത്തുന്നു. ഇതിനു പുറമെ ഊഞ്ഞാലാട്ടവും തിരുവാതിര കാലത്തെ ആചാരമാണ്. കുമാരിമാരുടെയും മംഗല്യവതികളായ സ്ത്രീകളുടെയും ഉത്സവമായ തിരുവാതിരയിലെ മറ്റൊരു ആചാരമാണ് തുടിച്ചുകുളി. തിരുവാതിരയ്ക്ക് 10 നാൾ മുമ്പേ സ്ത്രീകൾ വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കും. ബ്രാഹ്മമുഹൂർത്തത്തിൽ സ്ത്രീകൾ അടുത്തുള്ള പുഴയിൽ പോയി ഗംഗ ഉണർത്ത് പാട്ടുപാടി, അതായത് ഗംഗയെ ഉണർത്തിച്ച് തുടിച്ചു കുളിക്കുന്നു. തുടിയും കുളിയും തിരുവാതിരയുടെ ഒരു ചടങ്ങാണ്. വെള്ളം തട്ടിത്തെറിപ്പിച്ച് പ്രത്യേകതരം ശബ്ദമുണ്ടാക്കുന്നതിനെ തുടി എന്ന് വിശേഷിപ്പിക്കുന്നു. പാട്ടുപാടി തുടിച്ചുകുളി കഴിഞ്ഞ് അലക്കിയ വസ്ത്രങ്ങൾ ധരിച്ച് നെറ്റിയിൽ ചന്ദനവും മഞ്ഞളും കൊണ്ട് കുറിയിട്ട് കുങ്കുമം കൊണ്ട് മംഗല്യ തിലകം ചാർത്തി ദശപുഷ്പം ചൂടുന്നു. തിരുവാതിര നാളിൽ കൂവ കുറുക്കി കഴിക്കുന്നത് പതിവാണ്. കൂവപ്പൊടിയും ശർക്കരയും തേങ്ങയും ചേർന്നതാണ് ഇത്. തിരുവാതിര തീരുന്ന സമയം കഴിഞ്ഞാൽ അരിഭക്ഷണം കഴിച്ച് നോയമ്പ് അവസാനിപ്പിക്കേണ്ടതാണ്. പണ്ടൊക്കെ ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവൻ ഏതെങ്കിലും ഒരു തറവാട്ടുമുറ്റത്ത് ഒത്തുചേർന്നിട്ടായിരുന്നു തിരുവാതിര ആഘോഷിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ തിരക്കു പിടിച്ച ജീവിതത്തിൽ ആഘോഷം ചുരുക്കം ചില കുടുംബങ്ങളിലും ശിവപാർവതി പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു.